നമ്മളപ്പോൾ ഇങ്ങനെ വാട്ടർ പ്രൂഫ് ചെയ്തേ. വാട്ടർ പ്രൂഫിൻ്റെ ഒരു കോട്ടിങ് കൂടി വരാനുണ്ട്. 180 ഫുള്ള് തേപ്പിന് മുമ്പ് പ്ലാസ്റ്ററിങ്ങിന് മുമ്പ് നമ്മൾ ജവാക്കിയാണ്. ഇതാ സിവിടെക്കിൻ്റെ ജവാക്കിയാണ് നമുക്ക് വാട്ടർ പ്രൂഫ് ചെയ്തതാണ്. നമ്മുടെ എൻജിനീയർ ഹസൻ തന്നെ റെക്കമെൻഡ് ചെയ്തതാണ്. ഇനിയിപ്പോൾ എന്താക്കും, സെൻഷെയ്ഡ് വെച്ചാൽ വെള്ളം തെറിക്കുന്ന സ്ഥലത്ത് എല്ലാവരുടെയും ചെയ്യുന്നുണ്ട്. പിന്നെ റൂഫ് ടോപ്പിലും ചെയ്യാനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അത് ഇൻഷാല്ലാ നോക്കിയിട്ട് ചെയ്യണം. ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഇത് ഡയറക്റ്റ് ഷോവാളിൻ്റെ സ്ഥലത്ത് എവിടെയെല്ലാം ഒരു കോട്ടും കൊണ്ട് വരാനുണ്ട്. ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസം നനക്കും, നന്നായിട്ട് വെള്ളം പിടിപ്പിക്കും. എന്നിട്ടെന്താക്കും, വീണ്ടും ചെയ്യും ഒരു കോട്ടും കൂടി. പിന്നെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ വെച്ച് പോലെ ഉണ്ടാവും. ഇത് ഓപ്പൺ ടെറസാണ്, പക്ഷേങ്കിൽ ഈ ഒരു ഇവിടെയും ചെയ്യും കേട്ടോ. വെള്ളം ഇങ്ങനെയൊക്കെ ചെയ്യും. ജവാക്കാ ഒരു ചോദ്യം ചോദിക്കട്ടെ ഏതായാലും. നിങ്ങൾ ഇത് പറ. അപ്പോൾ നമ്മളിത് എത്ര കോട്ട ഫസ്റ്റ് എന്തെങ്കിലും ചെയ്യാം? ആദ്യം ഞങ്ങൾ പറയുന്നത് ഇത് ആദ്യം വൃത്തിയാക്കില്ല, ഫിനിഷിങ് അല്ല ക്ലീനിങ്. വാഷിംഗ് ഞാൻ തന്നെ സേഫൊക്കെ തന്നെ നമ്മളെ വീഡിയോ തന്നെ. പിന്നെ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു ബോണ്ടിങ് കോട്ട്. ഇതിൽ നമ്മൾ അതിൻ്റെ മേലെ വരുന്ന എത്ര കോട്ട് വന്നു കഴിഞ്ഞാലും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതിന് ബോണ്ടിങ് കോട്ട് അത് കറക്റ്റ് കൊടുക്കുക. സ്റ്റിക്കായി നിൽക്കണം, പൊളിഞ്ഞു കുറെ കഴിഞ്ഞാൽ. അതിൽ 1-2 മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബോണ്ടിങ് കോട്ട് ഉണ്ടാക്കുന്നത്. അതെ, അതുകൊണ്ടാണ് ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത് ചെങ്കല്ലും ചെയ്യാൻ വേണ്ടി. ഈ പ്ലാസ്റ്ററിങ് മേലെ ചെയ്യാണ്ട് ചെങ്കല്ലിൽ സ്ഥായിയായിട്ട് നിൽക്കാൻ വേണ്ടി, എല്ലാ കാലത്തേക്കും നിൽക്കാൻ വേണ്ടിയിട്ട്. അതെ. പിന്നെ അതിൻ്റെ രണ്ടാമത് വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ കല്ലിന്റെ മുകളിൽ ഇങ്ങനത്തെ ഈ ചെങ്കലിന്റെ മുകളിൽ ഒരുപാട് ഹോൾസ് ഉണ്ടാവും. അതെ, അപ്പൊ ഇത് അടയ്ക്കലാണ് അതിന്റെ പഴയ വേർഡ് പറയുകയാണെങ്കിൽ കണ്ണോട്ട് അടയ്ക്കൽ. അതെ, അത് നമുക്ക് ഓരോരോ കല്ല് ഇങ്ങനെ എടുത്ത് അടയ്ക്കാന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമല്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാൻ വെച്ചാൽ, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ പർട്ടിക്കുലർ ഏരിയ കംപ്ലീറ്റ് എന്ത് ചെയ്യും, കൈകൊണ്ട് ഫിസിക്കലി നമ്മൾ അത് പറഞ്ഞ പോലെ തന്നെ ഈ മെറ്റീരിയൽ 3-4 സാധനങ്ങളുണ്ട്, അതെല്ലാം കൂടി വെച്ചിട്ട് നമ്മൾ കൈകൊണ്ട് ചെയ്യാം. കൈകൊണ്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താ വെച്ചാൽ അതിൽ ശരിക്കും ഒരു വിരലിന്റെ അടയാളം പോലെ ഇതൊക്കെ ഇല്ലാതാക്കാനും പിന്നെ ഒന്നും കൂടി അത് സ്ട്രോങ് കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, കൂടുതൽ ഫിനിഷിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ അടിച്ചിരിക്കുന്ന ആ പ്രൈമർ ഉണ്ടല്ലോ, അത് വീണ്ടും ഇതിന്റെ മുകളിൽ ഉണങ്ങുന്നതിന്റെ മുമ്പ് തന്നെ ബ്രഷ് കൊണ്ട് അപ്പൊ അങ്ങനെ കഴിഞ്ഞാൽ അതിന്റെ ഒരു 1ാം ഘട്ടം കഴിഞ്ഞു. പിന്നെ വേണ്ടത് അതിന് ക്യൂറിംഗ് ആണ്. അത് മാക്സിമം എന്ത് ചെയ്യുക, അത് ഡ്രൈ ആവുന്നതിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ഇങ്ങനെ നനച്ചു. ഈ നനക്കലും കാര്യങ്ങളും ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് അപ്പം അതിനുശേഷം പിന്നെ ഇത് മാക്സിമം അത് വെള്ളം അബ്സോർവ് ചെയ്തതിന് ശേഷം അത് വെള്ളം നന്നായിട്ട് കുടിക്കും. സിമെന്റ് കൂടി അതിൽ വന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം അതിനകത്ത് കുടിക്കും. പിന്നെ ആണ് നമ്മൾ ശരിയായിട്ടുള്ള കോട്ടിങ് ഇതിന്റെ മേലെ വാട്ടർ പ്രൂഫ് പൗഡർ പലതുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി എന്ത് ചെയ്യാന്ന് വെച്ചാൽ അത് മിക്സ് ചെയ്തിട്ട് ഇത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തില്ല അതിന്റെ മുകളിലേക്ക് വെള്ളം കൊണ്ട്. പിന്നെ അതിനുള്ള വലിയൊരു ഇതെന്താ വെച്ചാൽ, നമ്മൾ അവിടെ എത്രത്തോളം സിമെന്റ് ഉപയോഗിച്ചിട്ടുണ്ടോ അത്രയും സിമെന്റ് കുറവ് മതി അടുത്തത് അതിന്റെ മേലെ കൺസെപ്ഷൻ കംപ്ലീറ്റ് കുറയും. പിന്നെ അവർക്ക് ചെയ്യാനും എളുപ്പമാണ്. ചെയ്ത് പരിചയമുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് പരിചയം ഇട്ട് കഴിഞ്ഞിട്ട് വേഗം ഇത് അടിച്ചു പിടിപ്പിക്കൊന്നും വേണ്ട, അത്ര ഓളൊന്നും. സിവിടെക് കോഴിക്കോട് എല്ലാവരുടെയും ചെയ്യണ്ട. ഇവിടെയാണ് ഇവിടെ ഒരു മേജർ ഇഷ്യൂ ഉള്ള ഒരു സ്ഥലമാണ് നമ്മൾ ചെയ്തതിൽ കേട്ടോ. ചെയ്യാനുണ്ട് 1-2 ഏരിയ, അതിപ്പം പ്രഷർ ഔട്ട് ഏരിയ ചെയ്ത ഏരിയ ഒക്കെയാണ്. അപ്പോൾ ഇവിടെ ഇത് ചെയ്ത് ഉള്ളോട്ട് കൈ പോയിരുന്നു പറഞ്ഞു, നിങ്ങളെന്നേരം കണ്ടിരുന്നു പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഇത് ചെയ്ത് കൊടുത്തിരുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഒരു ഫൈനൽ കോട്ട് കൂടി വരും. അപ്പോൾ അത് അവിടെ കഴിഞ്ഞു. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ കല്ല് ചെയ്തില്ലായിരുന്നു, നിങ്ങൾ എനിക്ക് ഫോട്ടോ അയച്ചു തന്നെ. അതും പാക്ക് ചെയ്തിട്ട് ഒക്കെ വൃത്തിയാക്കിക്കുന്നതിന് ഇപ്പോൾ ഇവിടെയും ഫൈനൽ കോട്ട് വരാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെ പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം 1-2 നനവോടി കിട്ടണം. അതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ പോയി ऊपरले भाई ഇതിപ്പോൾ നമ്മൾ പിന്നീട് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് ഇവിടെ. പക്ഷെ എന്നാലും ഇവിടെ ഗ്രൗട്ട് ഇട്ട് കൊടുത്തിരുന്നത് അത് ജോയിൻ്റ് ആയതുകൊണ്ട് ഇവിടെ അതും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് അങ്ങനെ പോയി ആ ഇത് തെറിച്ചതിൻ്റെ മേലെ ഒരു ഗ്രൗട്ട് ഒന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും കൂടി ഈ സാധനം ഒന്നും കൂടി ഇട്ട് കൊടുക്കും. ഇവിടെ ആയിരുന്നു. പിന്നെ ഇതും നിങ്ങൾ ഫോട്ടോ അയച്ചു തന്നൊരു ഏരിയയാണ്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ.
ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴെയുള്ള ആ 2 ഷോവാൾസ് ഉണ്ടല്ലോ, അത് രാവിലെ അടിക്കുന്നതോട് കൂടിയിട്ട് നമ്മളിത് 1ാം ഘട്ടം കഴിയും. ഓക്കെ, ഇത് ഫൗണ്ടേഷൻ്റെ ടോപ്പ് ഷോവാൾ. ഓക്കെ, ഇപ്പോൾ പറഞ്ഞതൊക്കെ ആയിട്ടുണ്ട്, കംപ്ലീറ്റ് കഴിഞ്ഞു. ഇവിടെ എല്ലാം ഫൈനൽ കോട്ട് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ പിന്നെ ഇവിടെ നമ്മുടെ ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ഹൈറ്റിലാണുള്ളത്. ഇവിടെ പൈപ്പ് ശരിക്കും വെള്ളം പ്രോപ്പറായിട്ട് അങ്ങോട്ട് പോകില്ല. ഇത് പൊങ്ങിയിട്ടാണ് പൈപ്പ് ഉള്ളത്. അപ്പോൾ അത് ആ ലെവലിൽ കട്ട് ചെയ്താൽ മതി എന്നുണ്ടായിരുന്നു, ഞങ്ങളത് ചെയ്യായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഫ്ലോർ തന്നെ കുറച്ച് പൊങ്ങിയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതൊന്ന് അവിടെ ലെവൽ ചെയ്തിട്ട് അവിടെ വെള്ളം കെട്ടി നിൽക്കാതെ പോകുന്ന, അത് പ്ലംബർമാരോടോ ഇതാരാ ചെയ്തതെന്ന് വെച്ചാൽ അവരോട് പറഞ്ഞാൽ മതി. കട്ട് ചെയ്ത് വെള്ളം ശരിക്കും കെട്ടി നിൽക്കാത്തൊരു രൂപത്തിലാക്കിയാൽ മതി. പിന്നെ ഇവിടെ ഇതും കോട്ടിങ് എല്ലാം കഴിഞ്ഞു. ഇവിടെയും പറഞ്ഞിട്ട് ഇവിടെയും കോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഏരിയ ഇപ്പോൾ വെറ്റായിട്ടാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ കേട്ടോ. ഇപ്പോൾ ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ.